കണ്ണൂർ ആറാട്ട് റോഡിലെ എഡിക്റ്റോ എന്ന ടെക്സ്റ്റൈൽ ഷോപ്പിൽ 10 സംഘം ക്രൂരമായ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളാണിത്. കടയുടമ ആറാംകൂട്ടം സ്വദേശി ഫവാദിനെയാണ് അടിച്ചും ചവിട്ടിയും പരിക്കേൽപ്പിച്ചത്. സംഭവത്തെക്കുറിച്ച് ഫവാദ് പറയുന്നത് ഇങ്ങനെ. അതായത് മിനിയാന്ന് രാത്രി SM പാർക്കിനടുത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചിക്കൻ കഴിച്ചതിൽ അതിൽ ഫുള്ള് ബ്ലഡായിരുന്നു. അപ്പോൾ അതിൻ്റെ സംസാരത്തിൽ കുറച്ച് വിഷയമായി. അതിനുശേഷം പിറ്റേന്ന് അവരും കുറച്ച് ഗുണ്ടകളും വന്നിട്ട് എൻ്റെ ഷോപ്പിൽ ഇന്നലെ രാത്രി വന്നിട്ട് ഫുള്ള് അടിച്ചു പൊളിച്ച് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. പിന്നെ കുറച്ച് സെയിൽ ഇവിടെ വന്ന കസ്റ്റമറെല്ലാം അവരുടെ വരടിക്കെല്ലാം കയറി അവരൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ഇവിടെ കച്ചവടം ചെയ്യാൻ വിടില്ല അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഭീകരമായ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച അവർ ഇവിടുന്ന് പോയത്. ചവിട്ട് പിന്നെ കുറച്ച് സാധനം എടുത്തിട്ട് തലക്കൊക്കെ അടിക്കലും ചെയ്തു. പിന്നെ ഇനി നീ ഇങ്ങനെയെങ്കിലും ഇവിടെ കച്ചവടം ചെയ്യാൻ നിന്നെ വിടൂല നമ്മൾ അങ്ങനെയുള്ള പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോയത്. SN പാർക്കിന് സമീപത്തെ ഒരു കടയിൽ നിന്നും വാങ്ങിയ ചിക്കൻ വെന്തില്ലെന്ന പരാതി ഫവാദ് ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് ഈ ആക്രമണമെന്നാണ് ഫവാദിന്റെ പരാതി. കടയുടെ കൗണ്ടർ, കമ്പ്യൂട്ടർ എന്നിവ തകർക്കുകയും 40,000-ഓളം രൂപ കവരുകയും ചെയ്തതായും ഫവാദ് ആരോപിച്ചു. വ്യാപാരികൾ ഭീതിയോടെയാണ് ജോലി ചെയ്യുന്നതെന്നും ഈ സ്ഥിതിക്ക് പരിഹാരം കാണണമെന്നും വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി KK കുഞ്ഞുകുഞ്ഞ് ആവശ്യപ്പെട്ടു. ഈ ആക്രമണത്തിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ ആശങ്കയോടുകൂടിയിട്ടാണ് ഈ സംഭവം വ്യാപാരി വ്യവസായ സമിതി കാണുന്നത്. വ്യാപാരികൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമം, പ്രത്യേകിച്ച് കണ്ണൂർ ടൗണിൽ ഇപ്പോൾ പല സംഭവങ്ങളിലായി നമ്മളറിയുന്ന പോലെ തന്നെ പല സംഭവങ്ങളിലായി വ്യാപാരികൾ ആക്രമിക്കപ്പെടുകയാണ്. വ്യാപാരികൾക്ക് ഇപ്പോൾ വ്യാപാര നഷ്ടം, അതുപോലെ തന്നെ വ്യാപാരികൾ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വ്യാപാരം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം അക്രമങ്ങൾ കൂടി വ്യാപാരികൾക്ക് താങ്ങാനാവുന്നതല്ല എന്നാണ് വ്യാപാരി വ്യവസായ സമിതിക്ക് അഭിപ്രായം. കഴിഞ്ഞ ദിവസം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് വാഹനങ്ങളുടെ പൈപ്പ് മുറിച്ച് പെട്രോൾ ഊറ്റിയ സംഭവവും ഉണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പഴയ ബസ് സ്റ്റാൻഡ് KM കോംപ്ലക്സിലെ സുരേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള നിയോ ലിങ്കിന്റെ വാഹനത്തിന്റെ പെട്രോളാണ് ഊറ്റിയത്. 4 സംഘം മാരുതി ഓംനി വാൻ തുറന്ന് വാഹനത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഇത്തരം സംഘങ്ങളെയും ഉടൻ പിടികൂടണമെന്നും KK കുഞ്ഞുകുഞ്ഞ് ആവശ്യപ്പെട്ടു. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് KM കോംപ്ലക്സിൽ അവിടെ വണ്ടികൾ ഡോറ് പൊളിച്ച് അതിൽ നിന്ന് വ്യാപാരികളുടെ സാധനങ്ങൾ കളവ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. വ്യാപാരികൾ വളരെ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതൽ മാനസികമായിട്ടും പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗമായി മാറുകയാണ്. ഇത്തരം അക്രമികൾക്കെതിരെ അതിശക്തമായ നടപടി വേണമെന്നാണ് വ്യാപാരികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.